ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. സൺഡേ വ്ളോഗാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി എണീച്ച് കുറച്ചധികം സമയം ഉറങ്ങിയേ. വേഗം തന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെറിയൊരു പത്തലാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് തന്നെ ഏട്ടനെ കൊണ്ട് പത്തല പൊടിയെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് കുഴക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കുഴ നടക്കുന്നുണ്ട്. നല്ല അടിപൊളി പത്തലിൻ്റെ ആ ഒരു കറക്റ്റ് വേ ഇതെല്ലാം എനിക്കറിയാം. എന്നാലും ഞാൻ എനിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് അറിയുന്നവർ ഇവള് ഇങ്ങനെയാണോ ചുടുന്നത് ഇങ്ങനെയാണോ എന്നൊന്നും ആരും വിചാരിക്കരുത്. നമ്മളെ വീട്ടിൻ്റെ അടുത്തെല്ലാം മാട്ടൂല, എൻ്റെ വീട്ടിൻ്റെ അടുത്തെല്ലാം എല്ലാവരും നല്ല അടിപൊളിയിൽ പത്തല ചുടുന്നവരാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം വലിയൊരു ഫാനാണ്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവരെ നോമ്പ് സമയത്ത് പിന്നെ ഞാൻ അവരൊരുപാട് പത്തലും ബീഫ് കറിയും എല്ലാം കൊണ്ടുത്തരും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചുടൽ. നമ്മുടെ പുഴുങ്ങലരിയും പച്ചരി അങ്ങനെ എന്തെല്ലോ പൊടിപ്പിച്ചിട്ടല്ലേ അവരെ കറക്റ്റ് വേയിൽ പത്തല ചുടൽ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. പിന്നെ അവരിങ്ങനെ ചുടുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ കല്ലിൻ്റെ മേലെ ഇങ്ങനെ കൈ വെച്ച് പരത്തി അതൊരു അടിപൊളി വേയാണ്. വലിയ ആട്ടപ്പൊടിയുടെ പാക്കറ്റ് ഞാൻ വാങ്ങിയപ്പോൾ അത് എടുത്ത് വെച്ചതാണ് കേട്ടോ. അതിങ്ങനെ കട്ട് ചെയ്ത് പേപ്പർ പോലെ ആക്കി വെച്ചു. എന്നിട്ട് ഇതാ നല്ല അടിപൊളിയിൽ ഓയിൽ തടവി കൊടുത്തു. ഓയിലല്ല വെളിച്ചെണ്ണ, അത് തടവി കൊടുത്തേ. എന്നിട്ട് നമ്മളിതാ ഈ ഒരു പത്തല പൊടീൻ്റെ അത് കുഴ നല്ലോണം ഉരുട്ടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിന്നെ ആക്കി വെക്കുന്നുണ്ട്. എന്നിട്ടാകുമ്പോൾ നമ്മളെ ഒരു മൂടി ഉണ്ടാവില്ലേ, നമ്മളെ കറിയെല്ലാം അടച്ച് വെക്കുന്നത്, അതിനെ കൊണ്ട് ഇതാ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് 2 കൈയും വെച്ചിട്ട്. ഇത് നമ്മളെ പത്തൽ പ്രസ്സർ അത് വാങ്ങിയിട്ട് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. ഞാൻ പിന്നെ അതൊന്നും വാങ്ങിയിട്ടില്ല, ഇത് മാത്രം ആക്കാനല്ലേ. അപ്പോൾ അതിങ്ങനെ ചെരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ തടവിയതുകൊണ്ട് അത് നമ്മളെ കയ്യിലേക്ക് പെട്ടെന്ന് വരും കേട്ടോ. അപ്പോൾ നല്ല നൈസായിട്ടുള്ള പത്തിരി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മളെ കല്ലിലേക്ക് വെളിച്ചെണ്ണയും തടാണ്ടേ അപ്പോൾ അടങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 2 പുറവും നന്നായിട്ട് വന്നതിന് ശേഷം എടുത്തിട്ട് നമുക്ക് കാസറോളിലേക്ക് മാറ്റാം. നല്ല നൈസ് പത്തിരിക്ക് എൻ്റെ ഫേവറേറ്റ് എപ്പോഴും നല്ല മത്തി മുളക് ഇട്ടതോ അല്ലെങ്കിൽ അയില മുളക് ഇട്ടതല്ലാണേ. ഇന്നിപ്പം തലേന്നത്തെ ബീഫിൻ്റെ കറി കുറച്ച് ബാക്കിയുണ്ടായിന്. അപ്പം പിന്നെ വേറെ എക്സ്ട്രാ മീൻ കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അമ്മക്ക് പിന്നെ ബീഫ് കൂട്ടൂല. അമ്മക്ക് അതുകൊണ്ട് ഞാനിതാ കുറച്ച് തക്കാളിയും ഉള്ളിയും പച്ചമുളകെല്ലാം മുറിച്ചെടുത്ത് ചെറിയൊരു തക്കാളി കറി ആക്കാൻ വേണ്ടിയിട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിയിട്ട് അതിലേക്ക് ഇതാ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു മുളക് പൊടി ഇട്ട് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ തക്കാളി കറി റെഡിയായി. ഇപ്പം നമ്മളെ തക്കാളി കറി ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വറ്റിയിട്ടാണ് ഉള്ളത്. പത്തൽ ഇപ്പുറത്തുനിന്ന് റെഡി ആവുന്നുണ്ട്. സ്വപ്നം കാണാൻ എണീപ്പിച്ചിനാ? ഓന്റെ സ്വപ്നം കാണുമ്പോൾ എണീപ്പിച്ചിന് പോലെ ദേവൂട്ടനാ. സൈക്കിൾ ഇന്ത്യ ചായ കുടിക്കണ്ട. ഉറങ്ങുമ്പോൾ തേജ് വന്നിട്ട് വിളിച്ചപ്പോൾ എന്തോ സ്വപ്നം കണ്ടത് അവിടെ സ്റ്റക്കായി. അതിൻ്റെ വിഷമത്തിലാണ് കേട്ടോ ദേവൂട്ടനുള്ളത്. പിന്നെ ഇത് അടുക്കളയിലേക്ക് കുറച്ച് വെള്ളം കോരണേന്. അപ്പോൾ ഞാൻ പിന്നെ അത് വേഗം എടുത്തിട്ട് കുറച്ച് വെള്ളം നമ്മൾ കുടിക്കേണ്ട വെള്ളവും ചോറ് വെക്കേണ്ട വെള്ളവും അങ്ങനെയെല്ലാം വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് കോരി വെക്കുന്നുണ്ട്. തലേന്ന് ദിവസം വൈകുന്നേരം ഏട്ടൻ കുറച്ച് പൊറോട്ടയെല്ലാം വാങ്ങിയിട്ടുണ്ടായിനെ. അപ്പോൾ അത് 2 ഞാൻ വേഗം ചൂടാക്കിയിട്ടുണ്ടായിനെ. ആരെങ്കിലും വേണമെങ്കിൽ എടുത്തോട്ടെന്ന് വിചാരിച്ചിട്ട് അതും ചൂടാക്കി വെച്ചിട്ടുണ്ടായിനെ കേട്ടോ. അപ്പോൾ കാസറോളിൽ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മളെ പത്തൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഞാനത് വേഗം ഒന്ന് പിള്ളേർക്കെല്ലാം കൊടുക്കട്ടെ. എല്ലാവരും പല്ലെല്ലാം തേച്ചിട്ട് ഇതാ വന്നിരുന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ കുറച്ച് സമയം വന്ന് ചെയ്തിക്കാണ്ടിരുന്നതാണ്. അപ്പോൾ അമ്മയും ഏട്ടനും എല്ലാം ഉണ്ട്. ഞാൻ രാവിലെ തന്നെ ഇതാ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അതും എടുത്തിട്ടിരുന്നതാണ്. ലേറ്റായിട്ട് എണീച്ചുകൊണ്ട് ഇതാ നമ്മളെ ചോറെല്ലാം പടപടേന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് വെന്തിനോ നോക്കിയിട്ടൊന്ന് വാർക്കാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടുള്ളത്. അപ്പോൾ ഇതാ തേജും ദേവൂട്ടനെല്ലാം ഇന്ന് ഇവിടെ ഉള്ളതുകൊണ്ട് ഇടക്കും തലക്കലുള്ള വീഡിയോസിലെല്ലാം അവർ സഹായിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ എടുത്തത്. എന്നാലും കുറേ പറയണം. ദേവൂട്ടനോട് കാര്യമായിട്ടൊന്നും പറയണ്ട. എടുത്ത് മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം വന്നിട്ട് എടുത്തരും. മൂത്ത ആളോടാണ് കുറച്ച് പിന്നെ ഇതായിട്ടെല്ലാം പറയേണ്ടത്. ഒരു ഭയങ്കര മടിയാണ് അതെല്ലാം. അപ്പം ഇതാ നമ്മളെ ചോറ് വാർക്കലയിലിടക്ക് കഴിഞ്ഞിട്ടുണ്ടേ. ചോറും വാർത്തിട്ട് ഞാൻ വേഗം മുറ്റത്ത് വന്ന് കുറച്ച് അലക്കാനുണ്ടായിന്. അപ്പോൾ അതെല്ലാം വേഗം അലക്കി ഇതാ തിരുമ്പി അറിയിടുന്നുണ്ടേ. അലക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ വേഗം വന്നിട്ട് രാവിലത്തെ കുറച്ച് പാത്രമെല്ലാം കഴുകാനുണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് റെഡിയാക്കുന്നുണ്ടേ.
പാത്രമെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഒതുക്കിയതിന് ശേഷം ഞാനിതാ വേഗം വന്നിട്ട് കുറച്ച് ദിവസം മുന്നേ ഏട്ടൻ നമ്മളെ സപ്പോർട്ട വാങ്ങിയിട്ടുണ്ടായിനെ. അപ്പോൾ അതിൽ നിന്ന് കുറേയെല്ലാം ഇങ്ങനെ കെട്ടിയിട്ട് ആക്കിയിട്ടെല്ലാം പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇനിയും വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല കലമ്പ് കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതെല്ലാം എടുത്ത് നമ്മളെ പാലൊന്ന് ഫ്രീസറിലെല്ലാം വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ഇന്നലെ തന്നെ വെച്ചതാണ്. അപ്പോൾ അതും എടുത്ത് ഒരു 2 റോബസ്റ്റ് വെള്ളം എടുത്തിട്ട് നമ്മൾ ചിക്കു ഷേക്കിൽ റോബസ്റ്റ് ഇല്ല, എന്നാലും എൻ്റേതായ സ്റ്റൈലിൽ ചിക്കു ഷേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാനതാ അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തോലവും കുരുവെല്ലാം കളഞ്ഞിട്ട് ഒന്ന് റെഡിയാക്കുന്നുണ്ട്. സപ്പോട്ട വേഗം ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഏട്ടന് ഉച്ചക്കാണ് ഇന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ടത്. അപ്പം പിന്നെ അതിൻ്റെ കാര്യം അന്നേരം എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ വേഗം എന്ത് ചെയ്തു, പിന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകേണ്ടത്. ഉച്ചക്ക് പോയാൽ വൈകുന്നേരം വരാം കേട്ടോ. ആ ഒരു ചെറിയ ഡ്യൂട്ടിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പോകാനിങ്ങനെ ഇന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ അത് ഓർത്തത്. വേഗം എന്ത് ചെയ്ത് പിന്നെ ചോറ് റെഡി ആയിട്ടുണ്ട്. വേഗം തന്നെ പരിപ്പും വെള്ളരിയും കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ വെള്ളരി ഒരു കഷ്ണം ഞാൻ എടുത്തിട്ട് മുറിച്ചിട്ട് തോലെല്ലാം കളയുന്നുണ്ട്. കുക്കറിലേക്ക് നമ്മൾ വെള്ളരി കഴുകിയിട്ടിട്ടുണ്ടതിനെ. പിന്നെ അതിലേക്ക് പരിപ്പും പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും ഇതെല്ലാം ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കറി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേക്കാണ് നമ്മളെ പച്ചമുളക് തീർന്നത് ഓർമ്മിച്ചത്. അപ്പോൾ അതിൻ്റെ മുറ്റത്ത് കുറച്ച് കാന്താരി ഉണ്ട്. നമ്മളെ ക്യാമറ മേനോൻ ഇന്ന് ദേവൂട്ടനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ എൻ്റെ വയ്യ തന്നെ വരുന്നുണ്ട്. പച്ചമുളകല്ല, ആദ്യം കറിവേപ്പിലയാണ് വരയ്ക്കുന്നത് കേട്ടോ ദേവൂട്ടാ. നമ്മൾ കാന്താരി മുളകാണ്, അത് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ക്യാമറ അമ്മ ഒരെണ്ണം താഴെ പോയി. ഇതാ കിടക്കുന്ന പച്ചമുളക്, പക്ഷെ ചെറുതാണ്. ഇതാ വലുതാ കണ്ടാ. പിന്നെ ഇടിയുണ്ട്, നമുക്ക് വരയ്ക്കാം. ഇത് വലുത് വരച്ചോറാ. എൻ്റെ അമ്മമ്മ വിത്തിനായിട്ട് വെച്ചാന്നൊന്നും അറിയില്ല, കളമ്പ് കിട്ടുമെന്ന് അറിയില്ല. എന്നാലും വരയ്ക്കാമല്ലോ 2 എണ്ണം. അങ്ങനെ നമ്മളെ കറിയെല്ലാം അടുപ്പത്താക്കിയിട്ട് ഞാനിതാ ജ്യൂസ് അടിച്ചിട്ട് ഞാൻ തന്നെ ആദ്യം കുടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം അത്രയേ കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ നല്ല വിശപ്പെല്ലാം തട്ടിയിട്ടുണ്ടായിനി. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ട്. ദേവൂട്ടൻ TV കാണുന്നതെന്ന്, ഏട്ടൻ ചെറിയൊരു ഉറക്കത്തിലുള്ളത്, തേജു ഉറങ്ങുന്നതാണ്. അമ്മ പോയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ വേഗം കുടിക്കാമെന്ന് വിചാരിച്ച്. ദേവൂട്ടൻ ആദ്യം തന്നെ വായിലെല്ലാം വെച്ചിട്ട് ഭയങ്കര എക്സ്പ്രഷനെല്ലാം ഇടുന്നുണ്ട്. ഞാൻ പറയുന്നതാണ് എടാ എന്നെ നാറ്റിക്കല്ല. അപ്പോൾ അതാ കുടിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പാർലറിലെല്ലാം പോയിട്ട് കുടിക്കുമ്പോൾ, ഐസ്ക്രീം പാർലറിലെല്ലാം പോയിട്ട് കുടിക്കുമ്പോൾ ചിക്കുവിൻ്റെ മേലെ ഐസ്ക്രീം ഇതുണ്ടാവുമല്ലോ, വാനില. അപ്പോൾ അതില്ലാന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഓൻ്റെ ഒരു ഐസ്ക്രീം ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ മേലെ ഇട്ടതാണെന്നാണ് ഓൻ പറയുന്നത്. പിന്നെ ദേവൂട്ടൻ്റെ ഫ്രണ്ടെല്ലാം വന്ന് അവർ കുറേ സമയത്ത് വർത്താനെല്ലാം പറഞ്ഞ് ഓരോ കളികളിലാണ് ഉള്ളത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഏട്ടൻ ഇതാ ഡ്യൂട്ടിക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഏട്ടൻ പോയ പിന്നെ ഞാനിതാ ദേവൂട്ടന് ചോറ് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വെള്ളരിക്കയും പരിപ്പും കറിയുണ്ട്, മോരുണ്ട്, മുട്ട വറുത്തിട്ടുണ്ട് അതിനെ. പിന്നെ രാവിലെ ഉണ്ടായ കുറച്ച് ബീഫും ഉണ്ട്, 2 പപ്പടവും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം കുശാലായേ. അപ്പോൾ ദേവൂട്ടന് ഇതാ ഞാൻ ചോറെല്ലാം വാരി കൊടുക്കുന്നുണ്ട്. തേജ് വന്നിട്ട് തിന്നണത്രേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളേ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.